ഇവിടെ അനിൽകുമാറിനൊക്കെ ഇത് പറയാം, മുഖ്യമന്ത്രി ഒരിക്കലും ഇത് പറയില്ല. മുഖ്യമന്ത്രി ഒന്ന് പറയട്ടെ, ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുക എന്ന് മുഖ്യമന്ത്രി ഒന്ന് പറയട്ടെ. മുഖ്യമന്ത്രി ഇന്ന് വരെ പിണറായി വിജയൻ ഇന്ന് വരെ ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരായി പരസ്യമായ വെല്ലുവിളി നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അനിൽകുമാറെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് കേരളീയ സമൂഹം പമ്പര വിഡ്ഢികളാണെന്ന് കരുതരുത്. ഇവിടെ CMRL ഡയറിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് പാർട്ടി സംഭാവന ലഭിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തേണ്ട രീതിയിൽ വെളിപ്പെടുത്താം. PV എന്നാൽ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ സമ്മതിച്ചോണം എന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കിയാൽ മതി. PV എന്നാൽ പിണറായി വിജയനാണ് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ ഉണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു, അതുകൊണ്ട് ഇനി അത് വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയാൻ ഇവിടെ നീതിയും ന്യായവും നിയമവും ഒക്കെ ഉണ്ട് എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇവിടെ താങ്കൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിന് എതിരായി സമരം ചെയ്ത കൂട്ടത്തിലാണ് കോൺഗ്രസ്. ഇലക്ട്രൽ ബോണ്ടിനെ പക്ഷേ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിന്റെ പിൻബലത്തിലൂടെ മാത്രമേ ആരെങ്കിലും ഞങ്ങൾക്ക് സംഭാവന തരികയുള്ളൂ എങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത് എന്തിനായി ഇളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നതോട് കേൾക്ക്. ഇനി നിങ്ങൾ ബോണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. വാങ്ങിയിട്ടില്ല, ശരിയാണ്. പക്ഷെ നിങ്ങൾ എത്ര കോടി കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്? നിങ്ങൾ വാങ്ങിയ കണക്ക്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തുള്ള കണക്കുകൾ, ഇതേ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഉള്ള കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ച് ഷിബു ബേബി ജോൺ UDFന്റെ പ്രമുഖനായ നേതാവ് രേഖകളുടെ പിൻബലത്തിൽ തെളിയിച്ചില്ലേ? നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ അക്ഷരം മറുപടി പറഞ്ഞോ? എത്ര കമ്പനികളിൽ നിന്നാണ് നിങ്ങൾ കോടികൾ വാങ്ങിയിട്ടുള്ളത്? നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾ ഔദ്യോഗികമായി കണക്ക് കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് നിഷേധിക്കാമോ? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞത് രാജ്യത്ത് നിലവിൽ വന്ന നിയമം, അത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, ആ നിയമത്തിന്റെ പിൻബലത്തിൽ മാത്രമേ ഏതെങ്കിലും കമ്പനികൾ പാർട്ടിക്ക് സംഭാവന നൽകൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അതിന്റെ അഴിമതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞെന്താണ്, ഞങ്ങൾ മിടുക്കരാണ്, ഞങ്ങൾ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ടല്ലോ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഇലക്ട്രൽ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് കിട്ടിയ ഫണ്ട് ഈ കമ്പനികൾ എന്തിന് നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾ കൂടി പറയണം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തുള്ള കണക്കുകൾ കാണിക്കുന്ന ആ തുകകൾ നിങ്ങൾക്ക് എന്തിനാണ് ആ കമ്പനികൾ നൽകിയതെന്ന് നിങ്ങൾ പറയണം. പറയാൻ കഴിയുമോ? നിങ്ങൾ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ശ്രീ ഷിബു ബേബി ജോൺ ഉൾപ്പെടെ രേഖകളുടെ പിൻബലത്തിൽ പത്രസമ്മേളനം നടത്തി, നിങ്ങൾ മറുപടി പറഞ്ഞോ? ഇല്ല. പിന്നെ നിങ്ങളുടെ പിണറായി വിജയനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു, ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇവിടെ 2020 ജൂലൈ 5-ാം തീയതി മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. 4 വർഷമാകുന്നു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്. എന്തേ ഈ ഇരു കൂട്ടരും ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയിലെത്താത്തത്? 4 വർഷം കുറഞ്ഞ കാലാവധിയാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ജയിലിൽ കിടന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ? എങ്കിൽ ആ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടി വരും. ഞങ്ങൾ വിശ്വസിക്കുന്നു തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അതിനോടൊപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെ? ഒരു ശിവശങ്കറിലേക്ക് ഒതുങ്ങുമോ ഈ കേസ്? എന്തുകൊണ്ട് CM രവീന്ദ്രനെ അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തിയിട്ട് വെറുതെ വിട്ടു? തുടർന്ന് മുഖ്യമന്ത്രിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? ഇതിനെക്കുറിച്ച് മറുപടി പറയണ്ടേ? ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറയണ്ടേ? 4 വർഷം കഴിഞ്ഞില്ലേ, എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇനി SNC ലാവലിനെ കുറിച്ച് ശ്രീ ശിവശങ്കർ പറഞ്ഞു. ശ്രീ ശിവശങ്കർ, താങ്കളൊന്ന് മനസ്സിലാക്കണം, SNC ലാവലിൻ കേസ് വെളിച്ചം കണ്ടത് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ശ്രീ കടവൂർ ശിവദാസൻ സംസ്ഥാനത്തിന്റെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഈ ബാലാനന്ദൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് അന്നത്തെ മന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള ആ എന്താ പറയുന്നത് ഒരു കോൺട്രാക്ടിനെ ഒരു ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് ആക്കി മാറ്റിയതിനെ സംബന്ധിച്ച് ഒരു എഗ്രിമെന്റിനെ MOUനെ അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് പിന്നീട് കൂടി വന്നിട്ടുള്ളത്. ഏതായാലും ഞാൻ സമയം ചുരുക്കം മൂലം ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇവിടെ അദ്ദേഹം ഈന്തപ്പഴത്തെ കുറിച്ച് ഖുറാനെ കുറിച്ചൊക്കെ പറഞ്ഞു. CMRL നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് നൽകിയത് അനിൽകുമാറെ? ഇപ്പോഴെങ്കിലും പറയാൻ കഴിയുമോ? CMRL നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനം നൽകി? എന്തിനാണ് 1,72,00,000 രൂപ CMRL നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയത്? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾക്ക് അത് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിന് 1,72,00,000 രൂപ കൊടുത്തു? എന്ത് സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ, എന്ത് സേവനം? നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിയുകയുമില്ല. കാരണം അങ്ങനെ ഒരു സേവനമില്ല, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഷാനി, എനിക്ക് ഇവർ പറഞ്ഞതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ അദ്ദേഹം CMRLന്റെ കോടതി വിധിയെ കുറിച്ച് പറഞ്ഞു. CMRL ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് UDF സർക്കാരാണ്, ശരിയാണ്. 10-ാം ദിവസം അത് പിൻവലിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കേസ് നടന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താ. ആ കേസുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റ് വന്നത് 2016 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. നിങ്ങൾ 2016 മെയ് മാസം 25-ാം തീയതി അധികാരത്തിൽ വന്നു. നിങ്ങൾ ഈ 2023 ഡിസംബർ വരെ നിങ്ങൾ എന്തുകൊണ്ട് അതിന് ഉപോത്ബലകമായിട്ടുള്ള ആ ഉത്തരവ് നടപ്പാക്കിയില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ സ്ഥലം ഏറ്റെടുത്തില്ല? അത് മാത്രമല്ല 2019 കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കില്ലേ ഇത്തരത്തിൽ സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ല എന്ന്? അവിടെ എന്തിനാണ് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഈ സ്വകാര്യ മേഖലയിലെ ഖനനം പൊതുമേഖലയിലേക്കാക്കി മാറ്റിക്കൊണ്ട് CMRLനെ സഹായിക്കാൻ തീരുമാനിച്ചത്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ഇനത്തിൽ നൽകിയത് എന്തിന്?
എന്ത് സേവനമാണ് നൽകിയത്? അവിടെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റ് ഉത്തരവ് താങ്കൾ കണ്ടില്ലേ? ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾ വായിച്ചിട്ടില്ലേ? അതും ഇതുമായി പൊരുത്തപ്പെടുന്നതാണോ? പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, എന്റെ പേര് പിണറായി വിജയൻ അല്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയോട് നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ ചോദിക്കുക? അദ്ദേഹത്തിന്റെ മകൾക്ക് എന്തിനു കിട്ടി നമുക്ക് ചോദിക്കാൻ കഴിയുമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് താങ്കൾ പോകുന്നതിന് മുമ്പ്. ഞാൻ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ശ്രീ ശിവശങ്കർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്താ തൊഴിൽ, പിന്നെ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത് SNC ലാബിനെ കുറിച്ച് ഇലക്ട്രൽ ബോണ്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ്. ഞാൻ അതും വിടുന്നതാണ്. ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചു, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ്. അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് പത്രങ്ങളിൽ കോൺഗ്രസിനെ കുറിച്ച് വരാറുണ്ട്. ഇനി അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കോൺഗ്രസ് എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് LDF-നെ CPM-നെ കൂടെ കൂട്ടുന്നതെന്ന്. ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ, ദേവഗൌഡ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള JDS, ആ JDS-ന്റെ 2 MLA-മാർ കേരളത്തിൽ LDF-ന്റെ കൂടെയാണ്. അതിലൊരാൾ കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമാണ്. നിങ്ങൾ പറയുമോ ദേവഗൌഡയോട് അവരെ രണ്ടുപേരെ LDF-ൽ നിന്ന് പുറത്താക്കണമെന്ന്? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആർജവമുണ്ടോ നിങ്ങൾക്ക്? കഴിയില്ല. എന്തുകൊണ്ട്? അതിന് മറുപടി താങ്കൾ പറയൂ. ഇനി ഞാൻ ചോദിക്കട്ടെ മറ്റു കാര്യങ്ങൾ കൂടി. അപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ വരുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വരുന്ന മുന്നണികളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് അത് ആ ആശയത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് JDS-യുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുമോ? താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. വിലക്കയറ്റത്തെ കുറിച്ച് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ വളരെ കൃത്യമായ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 2021 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട CMR-ലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇപ്പൊ അനിൽകുമാർ ഈ കേസ് വാദിച്ച് തോറ്റുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു പൂട്ടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് കമ്പനി അങ്ങ് പൂട്ടിയെന്ന് പറഞ്ഞത്. എന്തിനാ പൂട്ടിയത്? ഒരു പണിയും ചെയ്യാതെ 1.25 കോടി രൂപ ഒരു കമ്പനിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധി കമ്പനികളുണ്ട്. ഒന്നൊന്നിന്റെ പേര് പുറത്തു വരേണ്ടതുണ്ട്. വരാത്തത് ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ അമാന്തം കാണിക്കുന്നതുകൊണ്ടാണ് മറ്റു കമ്പനികളെ കുറിച്ച് പുറത്തു വരാത്തത്. അങ്ങനെ ഒന്നിലധികം കമ്പനികൾ ഉണ്ടായിരിക്കെ ഒരു പണിയും ചെയ്യാതെ അക്കൗണ്ടിൽ മാസം പൈസ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ കമ്പനി പൂട്ടണം? ആ കമ്പനി പൂട്ടിയത് നിയമാനുസൃതമാണോ? ആ കമ്പനി പൂട്ടിയത് നിയമാനുസൃതമല്ല എന്ന് നമുക്ക് ബോധ്യമില്ലേ? അതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടില്ലേ? KSIDC എന്തിനാണ് ഈ കമ്പനി സംരക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ പോയത്? KSIDC എന്തിനാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കോടതി പോയത്? എക്സാലോജിക്ക് പോയാൽ മനസ്സിലാക്കാം KSIDC എന്തിനു പോയി. അപ്പോ ഇത് കള്ളപ്പണമാണ്, ഇത് കള്ളപ്പണം മാത്രമാണ്. അത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണ്. മുഖ്യമന്ത്രി ഇത്രയും ലോജിക്കലായി അഴിമതി നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യക്ക് ആദ്യമായിട്ടാണ്. ഇത്രയും ശാസ്ത്രീയമായ അഴിമതികൾ നടത്തുന്ന, അത് K-ഫോൺ ആയാലും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി എവിടെ? ഞാൻ ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു മുന്നണിയിലാണ്. ഒരു മിനിറ്റ് കൂടി. എവിടെ? താങ്കൾ എന്തായി പറയുന്നത്? കേരളത്തിൽ ഞങ്ങൾ പരസ്പരമാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കുന്നത് പരസ്പരമാണ്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് CPM-നോട് രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ. താങ്കൾ നിർത്തൂ. ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ ദേവഗൌഡയെ കുറിച്ച്, താങ്കളൊന്ന് പറഞ്ഞോ? കൃഷ്ണൻകുട്ടിയെ കുറിച്ച് താങ്കൾ പറഞ്ഞോ? നമ്മുടെ തിരുവല്ല MLA കുറിച്ച് ഞാൻ ചോദിച്ചു, താങ്കൾ പറഞ്ഞോ? പിടിയില്ലല്ലോ. പിന്നെ കേൾക്കൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഞാൻ പറയുന്നു, എന്തെങ്കിലും ഇതിനകത്ത് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇത്രയേറെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? മാസപ്പടി വാങ്ങിയതിന്റെ പേരിൽ. സ്വല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ, അഭിമാനം എന്നൊരു വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു മാനനഷ്ട കേസ് കൊടുക്കണ്ടേ? ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ കൊടുക്കണ്ടേ? ഇങ്ങനെ മാധ്യമങ്ങളിൽ സംസാരിക്കുന്ന ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കണ്ടേ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പക്ഷെ മാനമുണ്ടാകണം. മാനമില്ലെങ്കിൽ അതുണ്ടാകില്ല. കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ, മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല